15ാം വിവാഹ വാർഷിക ആഘോഷിക്കുന്ന സുനിൽകുമാർ, ചിത്ര സുനിൽകുമാർ ദമ്പതികളുടെ സന്തോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കേക്ക് കട്ടിംഗ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കേക്കിന്റെ ഫ്രണ്ടിലേക്ക് എത്തുന്നു സുനിൽകുമാർ. മിസ്സിസ് സുനിൽകുമാർ അവിടെ, ചിത്ര സുനിൽകുമാർ എത്തി. അവരുടെ രണ്ടുപേരുടെയും ഭാഗമായിട്ടുള്ള അവരുടെ വിവാഹ വാർഷികത്തിന്റേതായ ഒരു സമ്മാനമാണ് കേക്ക്. ആ കേക്ക് സംഗീത സല്ലാപത്തിലെ ഗായകർക്ക് വേണ്ടി കട്ട് ചെയ്യുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ കേക്ക് കട്ട് ചെയ്യുന്നതിന്റെ ഒരു കൺഫ്യൂഷൻ നമ്മുടെ സെക്രട്ടറിക്ക്. വൗ, വണ്ടർഫുൾ കേക്ക്. 15th വെഡിങ് ആനിവേഴ്സറിയുടെ വരുന്ന വഴിക്ക് വാങ്ങിയതാണ്. എന്ത് പറഞ്ഞാലും പ്രശ്നമാണ്. ഇവിടുത്തെ ഗായകരെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ ക്രൗഡാണ് ഇതിന്റെ ചുറ്റും, നമ്മുടെ കേക്കിന്റെ ചുറ്റും ഉള്ളത്. കണ്ടല്ലോ ഇവിടുത്തെ ഒരു സ്ട്രെങ്ത് കണ്ടല്ലോ, ഗായകരുടെ ഇടയിലുള്ള ഒരു സ്ട്രെങ്ത് ആണ് ഈ കാണുന്നത്. എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഹരിപ്രസാദ് ഏറ്റവും ലാസ്റ്റിലാണ് വന്നത്. ശരി. ഇതെന്തോന്ന് സാധനം? കത്തിക്കണ്ടേ? സംഗീത സല്ലാപത്തിന്റെ എല്ലാ ആശംസകളും. 15ാമത്തെ വർഷം ആഘോഷിക്കുന്ന ദമ്പതികൾക്ക് എല്ലാവിധ ഈ കേക്കിന്റെ മധുരം പോലെ നിങ്ങളുടെ ജീവിതത്തില് അങ്ങോളം ഇങ്ങോളം മധുരത്താൽ നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതാ ചിത്രയാണ് ഇപ്പൊ കട്ട് ചെയ്യുന്നത്. മോനും ഒരു കേക്ക് കിട്ടി. ചിത്രയുടെ അച്ഛനാണത്. ഈ സന്തോഷത്തിന്റെ അവസരത്തിൽ അച്ഛനെ കൂടെ അവർ കൂടെ കൂട്ടിയിട്ടുണ്ട്. നമ്മള് കേക്ക് കട്ടിങ് കഴിഞ്ഞ് കേക്ക് കഴിച്ചതിന് ശേഷം രണ്ട് വാക്ക് ഇവരെ കുറിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് ഇവിടെ പറഞ്ഞു. കാരണം അദ്ദേഹം കൂടെ വന്ന സ്ഥിതിക്ക് അദ്ദേഹം പറയുന്നത് ഇപ്പൊ എടുക്കാൻ നേരമില്ല. സമയം പറയാനുള്ളത്, ഞങ്ങളുടെ 15ാം വിവാഹ വാർഷികം ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെയൊക്കെ എന്നല്ല, ഇത്രയും മനോഹരമായിട്ട് ചെയ്ത് നിങ്ങളുടെ എല്ലാവരോടും അത് കടപ്പാടും അറിയിക്കാം. സത്യം നമ്മൾ എന്നുമ്പോ ആഘോഷിച്ചിട്ടില്ല, ഒരു തവണ ആഘോഷിക്കുള്ളൂ. ഞങ്ങൾക്കൊരു ഫാമിലി ക്ലബ്ബൊക്കെ കൂടെ ചെറിയെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വെച്ച് ആഘോഷിക്കണം. നമുക്ക് തിരിച്ചു വെച്ച് ആഘോഷിക്കാം. 51 തിരിച്ചു വെച്ചാൽ തിരി അടിയില്ല. അതല്ല 15, 15 ഇനി അടുത്ത് 16 അത് ഊതിയാണെങ്കിൽ ഇവിടെ തന്നെ വരണം. നിങ്ങളുടെ ജീവിതത്തില് ഈ സന്തോഷവും മധുരവും സ്നേഹവും എന്നെന്ന് നിലനിൽക്കട്ടെ എന്ന് സംഗീത സല്ലാപത്തിന്റെ പേരിൽ ആശംസിക്കുന്നു. ഇവിടെ ഓടിയോ കേക്ക് വളരെ വലിയൊരു കഷ്ണം കേക്കെടുത്ത് വായിൽ തിരികെ ശ്വാസം മുട്ടി 2 മിനിറ്റ് ശബ്ദം ഉണ്ടാക്കാതിരിക്കൂ. അവരുടെ അച്ഛൻ 2 വാക്ക് മൈക്കില്ലാതെ സംസാരിക്കും. ശബ്ദമില്ലാതെ, മൈക്ക് വേണ്ട, വേണ്ടെന്ന് പറയും. അപ്പൊ അതില്ലാതെ സംസാരിക്കും. ശ്രദ്ധിച്ച് കേൾക്കൂ. ഇനി ഇവിടെ ശ്രദ്ധിക്കണേ. എന്റെ മകനും മരുമകനും ചെറുമകനും അവരെ കുടുംബം സന്തോഷമായിട്ട് കഴിയാൻ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു.
ഇത്രയും പറഞ്ഞു എന്റെ ഉണ്ണിയെ പറ്റിയ ഒന്നും സംസാരിക്കാതെ മരുമാനെ പറയൂ. ഞാൻ പറയണ്ടാക്കി നേരത്തെ പറഞ്ഞു കഴിഞ്ഞില്ല, അതുകൊണ്ട് അല്ല അത് തന്നെ നമ്മളെ മനസ്സിലുള്ളത് ഇതേപോലെ തല്ലിപ്പൊളി ആ ഏരിയയിൽ എങ്ങനെ ഇപ്പൊ അവര് നല്ല സന്തോഷമായിട്ട് കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഞാനത് എന്തിനാ കുഴപ്പമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇല്ല, നേരത്തെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്റെ ഫാദറിലെയും ഞാനും സുഹൃത്തുക്കളെ പോലെ തമാശയൊക്കെ പറയാറുണ്ട്. അതാണ് വേണ്ടത്. ആദ്യത്തെ എന്റെ എതിർപ്പൊന്നും എനിക്കില്ലായിരുന്നു, എന്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇവിടെ കൊണ്ടുവന്നില്ല. അതിനുണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ വിദേശത്തായിരുന്നുകൊണ്ട് എനിക്ക് അതിലൊരു അഭിപ്രായം പറയാൻ ഭാര്യ അമ്മയാണ് ഇഷ്ടക്കുറവ് കാണിച്ചത്. കൈകൊണ്ടെടുക്കാവുന്നേ ഉള്ളൂ.